കാഞ്ഞങ്ങാട് കൊലപാതകം ദൗർഭാഗ്യകരമാണെന്നും ഉന്നതതല അന്വേഷണം നടത്തി യഥാർത്ഥ പ്രതികളെ പിടികൂടണമെന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ.പി.എ. മജീദ് പറഞ്ഞു. മലപ്പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയിലെ തെരഞ്ഞെടുപ്പിൽ 35-ാം വാർഡിൽ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അതിനുശേഷം ചില്ലറ രാഷ്ട്രീയമായിട്ടുള്ള സംഘർഷങ്ങളുണ്ടായിരുന്നു. അതെല്ലാം പ്രാദേശിക നേതൃത്വം പറഞ്ഞു തീർത്ത് കഴിഞ്ഞതാണ്. എല്ലാം ശാന്തമായിട്ടാണ് പോയിരുന്നത്. അതിനുശേഷമാണ് ഈ കൊലപാതക കാര്യങ്ങളുണ്ടായത്. ഈ കൊലപാതകത്തിന് ഈ പ്രശ്നത്തിൻ്റെ ഇതെന്ന് പറയുന്നത് ഈ കടപ്പുറം, പഴയ കടപ്പുറം ഭാഗത്തു നിന്നുള്ള ആളുകളാണ്. ഇപ്പോൾ പരിക്ക് പറ്റി കിടക്കുന്ന യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകൻ മുണ്ടത്തോട് എന്ന സ്ഥലത്താണ്. എന്ന് പറഞ്ഞാൽ പഴയ കടപ്പുറത്തുനിന്നും ഈ മുണ്ടത്തോട്ടേക്ക് ഏറെ 1 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ അവിടുത്തെ ആളുകളാണ് ഇദ്ദേഹം താമസിക്കുന്ന ഈ സ്ഥലത്ത് വരുന്നത്, മുണ്ടത്തോട് എന്ന സ്ഥലത്ത് വന്നത്. അങ്ങനെ ഇർഷാദ് കല്ലൂരാവി എന്ന് പറയുന്ന യൂത്ത് ലീഗിൻ്റെ മുനിസിപ്പൽ ഭാരവാഹി ഇത് അതീവ ഗുരുതരമായ രീതിയിൽ പരിക്ക് പറ്റി കിടക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായി എനിക്ക് ലഭ്യമായിട്ടുള്ള വിവരം അനുസരിച്ച് ഈ പഴയ കടപ്പുറത്ത് നിന്ന് ആളുകൾ 2 വെഹിക്കിളോ 3 മോട്ടോർ വെഹിക്കിളോ വന്ന് ഇദ്ദേഹത്തെ ആക്രമിച്ചു. ഇദ്ദേഹം മാരകമായി പരിക്കേറ്റ് വീണു. അത് കേട്ട് ആളുകളെല്ലാം കൂടി. പിന്നെ എങ്ങനെയാണ് ഈ കൊലപാതകം ആര് ചെയ്തതിനെ സംബന്ധിച്ച് നമ്മുടെ ആളുകൾക്ക് വലിയ വിവരമില്ല. എൻ്റെ അന്വേഷണത്തിൽ നമ്മുടെ ആളുകളെ ആരാണ് ചെയ്തതിനെ സംബന്ധിച്ച് വിവരമില്ല. പിന്നെ മരിച്ചത് അബ്ദുൾ റഹ്മാൻ ഔഫ് എന്ന് പറയുന്ന INL ഒരു പ്രവർത്തകനാണെന്നാണ് പ്രാദേശിക നേതാക്കന്മാർ നമ്മൾ അറിയിച്ചിട്ടുള്ളത്. കൊലപാതകം വളരെ നിർഭാഗ്യകരമാണ്. അങ്ങനെ സംഭവിച്ച് കൂടാൻ പാടില്ലാത്തതാണ്. ഒന്നാമത് അക്രമ രാഷ്ട്രീയത്തിന് കൊലപാതകത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു പോകുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ് പാർട്ടി. നിർഭാഗ്യകരമായിട്ടുള്ള കൊലപാതകമാണ്. ഇതിനെ സംബന്ധിച്ച് പോലീസ് നിഷ്പക്ഷമായി അന്വേഷിക്കട്ടെ. മുസ്ലിം ലീഗ് പാർട്ടിയും ഇതെങ്ങനെയാണ് സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച് അന്വേഷിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നിർഭാഗ്യകരമായ സംഭവം അത്രയാണ് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്. കാഞ്ഞങ്ങാട് പഴയ കടപ്പുറത്തെ അബ്ദുറഹ്മാൻ ഔഫാണ് കൊല്ലപ്പെട്ടത്. പഴയ കടപ്പുറം ഭാഗത്തുനിന്ന് ഔഫിൻ്റെ നേതൃത്വത്തിൽ മൂത്തോട്ടിലേക്ക് വന്ന സംഘം സംഘർഷമുണ്ടാക്കിയതിൻ്റെ ഫലമായി യൂത്ത് ലീഗ് മുനിസിപ്പൽ സെക്രട്ടറി ഇർഷാദ് തലക്ക് പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിൽ മംഗലാപുരം ആശുപത്രിയിൽ ചികിത്സയിലാണ്. കല്ലൂരാവി മൂത്തോട് രാത്രി 10:30 സംഭവം. ഇർഷാദിനെ വധിക്കണമെന്ന ലക്ഷ്യവുമായി എത്തിയ സംഘത്തിന് നേതൃത്വം നൽകിയത് ഔഫ് ആയിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഔഫിന്റെ അടിയേറ്റ് ഇർഷാദ് ഓടുകയായിരുന്നു. ഔഫ് കുത്തേറ്റ് കിടക്കുന്നത് പിന്നീടാണ് കാണുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിനെ വെച്ച് കല്ലൂരാവി പ്രദേശത്തുണ്ടായ സംഘർഷം പ്രാദേശിക നേതൃത്വം പരിഹരിച്ചതാണെന്നും പിന്നീട് സമാധാനം നിലനിന്ന പ്രദേശത്ത് ചിലർ മനഃപൂർവ്വം സംഘർഷം സൃഷ്ടിച്ചാണെന്നും K.P.A. മജീദ് പറഞ്ഞു. സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം വേണം. പഴയ കടപ്പുറത്ത് നിന്ന് വന്നവർ ഇർഷാദിനെ ആക്രമിക്കുകയായിരുന്നു. കുത്തേറ്റ ഇർഷാദിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പിന്നീട് ഔഫിന് എങ്ങനെയാണ് കുത്തേറ്റത് എന്ന് സംബന്ധിച്ച് വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. സംഭവത്തെക്കുറിച്ച് പാർട്ടി അന്വേഷിക്കുന്നുണ്ട്. പോലീസിന്റെ ഭാഗത്തുനിന്ന് കൂടുതൽ അന്വേഷണം ഉണ്ടാകട്ടെ എന്നും K.P.A. മജീദ് പറഞ്ഞു. അക്രമ രാഷ്ട്രീയത്തിനും കൊലപാതകത്തിനുമെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്നും K.P.A. മജീദ് വ്യക്തമാക്കി.